രണ്ടാം LDF സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി. കോട്ടക്കുന്ന് മൈതാനത്ത് നടന്ന ഉദ്ഘാടന പരിപാടി കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായാണ് ഉദ്ഘാടനം ചെയ്തത്. പി നന്ദകുമാർ MLA അധ്യക്ഷനായി. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 90ഓളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേളയുടെ സംഘാടനം. കഴിഞ്ഞ 9 വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേളയാണ് കോട്ടക്കുന്നിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രദർശനം പൊതുവെ നല്ല ഉപകാരപ്രദമായ സംഗതിയാണ്. പൊതുജനങ്ങൾക്ക് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാൻ പറ്റിയ ഒരു നല്ല പരിപാടിയാണ്. സർക്കാർ നടത്തിയ ഒരു നല്ലൊരു പരിപാടിയാണ് എന്നാണ് എൻ്റെ ഒരു പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം. പിന്നെ എല്ലാ വകുപ്പുകളെക്കുറിച്ചും, പ്രത്യേകിച്ച് എല്ലാ വകുപ്പുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. പൊതുവെ എന്ന് വെച്ചാൽ അത്യാവശ്യം എല്ലാ പൊതുജനങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് കൃഷി മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാർട്ടപ്പ് മിഷന്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാൻ പറ്റുന്ന നല്ലൊരു വിവരങ്ങൾ തന്നെ ഇതിൽ നടത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ LED വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും ഉറപ്പാക്കുന്നുമുണ്ട്. കേരളത്തിന്റെ സമഗ്രമായ മുന്നേറ്റങ്ങളെ അടയാളപ്പെടുത്തുന്നതും മാറുന്ന കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിയുന്നതുമാണ് വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എന്റെ കേരളം മെഗാ എക്സിബിഷൻ. കോട്ടക്കുന്നിൽ 2 AC ഹാങ്ങറുകളും ഒരു നോൺ AC ഹാങ്ങറുമടക്കം ആകെ 45,192 ചതുരശ്ര അടിയിൽ ശീതീകരിച്ച 2 ഹാങ്ങറുകൾ ഉൾപ്പെടെ 70,000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറത്തെ പ്രദർശന വിപണന മേളയിൽ ഹൈടെക്കായി കൃഷി വകുപ്പിന്റെ സ്റ്റാളും ശ്രദ്ധേയമാകുന്നു. ഡ്രോൺ സംവിധാനം വഴി കൃഷിയിടത്തിന്റെ സാധ്യതകളെക്കുറിച്ച് കർഷകർക്കും പൊതുജനത്തിനും അവബോധം സൃഷ്ടിക്കാനും ഡ്രോൺ പ്രവർത്തനം അടുത്തറിയാനും ലൈവ് ഡെമോൺസ്ട്രേഷനും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പിന്റെ സ്വന്തം ബ്രാൻഡായ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെയും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മലപ്പുറത്തെ എന്റെ കേരളം വിപണന പ്രദർശന മേളയിലെ മറ്റൊരു ആകർഷകമായ ഇടം സംസ്ഥാന സർക്കാരിന്റെ മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കിയിരിക്കുന്ന സ്റ്റാളാണ്. ചിലവ് കുറഞ്ഞ രീതിയിലുള്ള മൃഗസംരക്ഷണ രീതികളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മൃഗസംരക്ഷണത്തിലൂടെ മികച്ച വരുമാനം സാധാരണക്കാരന് ലഭ്യമാകുന്നത് എങ്ങനെയാണെന്ന് ഉദ്യോഗസ്ഥർ ഇവിടെ വിവരിക്കുന്നുമുണ്ട്. മന്ത്രിസഭയുടെ 4ാം വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള എന്റെ കേരളം പദ്ധതിയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാളാണ്. ഇവിടെ ഇപ്പോൾ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് സംയോജിത
കൃഷി രീതി, അതായത് ആനിമൽ റെയറിങ്ങും മൃഗങ്ങളെ വളർത്തുന്നതും കൃഷിയും കൂടി കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ അവരെ വളർത്തിക്കൊണ്ട് പോകാം എന്നുള്ളൊരു രീതിയാണ് ഇവിടെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളിൽ നമുക്ക് ബാക്കിയുള്ള ഒരു സ്റ്റാളും കൂടി ഉണ്ട് മൃഗസംരക്ഷണ വകുപ്പിന്. അതിൽ മൊബൈൽ വെറ്റിനറി യൂണിറ്റ്, രാത്രികാല ചികിത്സ, അങ്ങനെയുള്ള മൃഗസംരക്ഷണ വകുപ്പ് നടത്തി വരുന്ന പല പദ്ധതികളും അവിടെയും വിഭാവനം ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധം ലഭിക്കുന്നതിനാൽ തന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്റ്റാളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്നുമുണ്ട്. ഇത് നമ്മളൊരു സംയോജിത കൃഷിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നിൻ്റെ അവശിഷ്ടം, ഇപ്പം നമ്മൾ മുകളിൽ താറാവിൻ്റെ കൂട്ടാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ താറാവിൻ്റെ കൂടിൻ്റെ അതിൻ്റെ വേസ്റ്റുകൾ കുളത്തിലേക്ക് വീഴുകയും കുളത്തിലുള്ള മീൻ ഇത് കഴിക്കുകയും അങ്ങനെ ഒന്നിനോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ സംയോജിത കൃഷി. ഇപ്പോൾ ഇതിനിപ്പോൾ നേരത്തെ ആരോ പറഞ്ഞ പോലെ ഈ പുല്ലുകളുണ്ട്, ഇതിപ്പോൾ നെൽച്ചെടിയാണ്. ഈ നെൽച്ചെടി പരിചയമില്ലാത്ത കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും കൂടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഓലക്കുട, ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഓലക്കുട അന്യമായിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ റാന്തൽ വിളക്ക്. അപ്പോൾ ഇങ്ങനെ പഴമയിൽ നിന്നും കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൊത്തത്തിൽ വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. വെറും ഒരു 3-4 ദിവസം കൊണ്ട് നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് മാക്സിമം. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് മൊത്തമായിട്ട് ഞങ്ങൾ വർജിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു നല്ല മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്താലാണ് ഞങ്ങളിത് ഈ പരിപാടി വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയിൽ രുചിയുടെ വൈവിധ്യങ്ങൾ ആസ്വദിച്ചറിയുന്നതിനായി നിരവധി ആളുകളാണ് ഒഴുകിയെത്തുന്നത്. നാവിൽ കൊതിയൂറുന്ന അനേകം വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതും. തിരുവനന്തപുരം, കൊച്ചി, മലബാർ രുചി വൈവിധ്യങ്ങളെയും ക്യാൻറ്റീൻ കാറ്ററിംഗ് മേഖലയിലെ ഏറ്റവും മികച്ച സംരംഭകരെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടാണ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ദേശീയ സരസ് മേള, അന്താരാഷ്ട്ര വ്യാപാരമേള തുടങ്ങി പ്രമുഖ പരിപാടികളിൽ പങ്കെടുത്ത പ്രവൃത്തി പരിചയമുള്ള സംരംഭകരാണ് ഇവരിൽ ഏറെയുമുള്ളത്. ഭക്ഷ്യമേളയുടെ സംഘാടനത്തിനാവശ്യമായ സാമ്പത്തിക പിന്തുണ അതത് ജില്ലാ മിഷനുകൾക്ക് കുടുംബശ്രീ നൽകിയിട്ടുമുണ്ട്. ഒപ്പം നബാർഡിന്റെയും സാമ്പത്തിക പിന്തുണയുമുണ്ട്. കുടുംബശ്രീ സംസ്ഥാന ജില്ലാ മിഷനുകളാണ് ഭക്ഷ്യമേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. കേരള സർക്കാരിൻ്റെ നല്ലൊരു പരിപാടിയാണിത്. നമുക്ക് എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്പെട്ട ഒരു പ്രദർശന മേളയാണ്. പിന്നെ എന്തൊക്കെ നമുക്ക് അറിയണം, കൃഷിനെ പറ്റി അറിയണമെങ്കിലും വേറെയുള്ള എന്ത് കാര്യത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി. കാരണം മണ്ണിൻ്റെ ഒരു കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ലോണിൻ്റെ കാര്യങ്ങൾ, ലേഡീസിന് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ലോണ്, എന്ത് വേണമെന്നുണ്ടെങ്കിലും, ചെടികൾ, കർഷകമായിട്ട് നമുക്ക് കൃഷി സംബന്ധമായിട്ട് എന്ത് അറിവ് വേണമെങ്കിലും ഓരോ ഭാഗത്തും ഓരോ കാര്യങ്ങളായിട്ട്. പിന്നെ കുട്ടികൾക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ഉണ്ട് ഇവിടെ. ആർക്ക് എന്ത് വന്നാലും നല്ലൊരു സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആർക്കും ഒരു നഷ്ടമില്ല. പിന്നെ 7 ദിവസത്തെ പരിപാടിയാണിത്. 7 ദിവസം നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 7 ദിവസം നഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്.